ക്യാറ്റ്ലിസ് കിലബെറുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം മികച്ച ജോലി. 11 വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ സമയത്ത് തുടങ്ങിയ ഒരു പതിവാണ്. അത് ഈ പ്രാവശ്യവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഈ അവസരത്തിൽ മലയാളി സമൂഹത്തിന് മുഴുവൻ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഐക്യത്തിൻ്റെ ഒരുമയുടെ വലിയ പ്രതീകമാണ് ഓരോ മലയാളിയുടെ ഉത്സവം. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് ഇങ്ങനൊരു ഉത്സവം ലോകത്തില്ലതാനും ഒരിക്കലും കേരളത്തിൽ ഒഴിച്ച് മറ്റൊരു സ്ഥലത്ത് കാണാനും സാധ്യത കുറവാണ്. നമ്മളെല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ഉത്സവം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരുമയുടെ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ചിന്ത അത് മാവേലിയെ ഓർത്തുകൊണ്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ അത് തുടർന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും നടത്തുന്ന ശ്രീ ലത്തീഫാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹം അപ്പയോടുള്ള സ്നേഹത്തിൽ, കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഈ ദിവസം നടത്തണം എന്ന് പറഞ്ഞ ഒരു നിർബന്ധപ്രകാരമാണ് ഇന്നും അദ്ദേഹം നടത്തുക. കഴിഞ്ഞ 11 വർഷമായി അത് ഏത് സാഹചര്യത്തിലും അത് ഇവിടെ നടത്തും. അദ്ദേഹത്തിന് വയ്യാത്തപ്പോൾ പോലും ഇത് ഇവിടെ നടന്നിട്ടുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും ഓണം ഇവരുമായിട്ട് ഉണ്ണുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. കോവിഡ് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ആയിരുന്ന ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ അദ്ദേഹം ഇല്ലാതെ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യവും നടത്തുന്ന ഒരു പരിപാടിയാണ്. ഓണത്തിൻ്റെ ആശംസകൾ എല്ലാ മലയാളികൾക്കും നേരുന്നു. ഓണാശംസകൾ. തീർച്ചയായിട്ടും അത് ഒരു സംശയവുമില്ല. ഈ ഓണത്തിന് മികച്ച പ്രവർത്തനമാണ് സർക്കാർ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട അനു ജേക്കബ് നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. വില പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ സപ്ലൈകോ വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓണക്കിറ്റുകൾ പരമാവധി എത്തിക്കുക. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് വെള്ളപ്പൊക്കം മൂലം ദുരിതമുണ്ടായ സ്ഥലത്ത്, അതുപോലെ തന്നെ കോഴഞ്ചേരിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഞാൻ കാണുന്ന വലിയ രീതിയിലുള്ള കിറ്റ് അത് ഗവൺമെൻറ് ഇടപെടൽ മൂലം പല സന്നദ്ധ സംഘടനകൾ കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് സർക്കാരിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഓണക്കിറ്റുകൾ കൊടുക്കുന്നുമുണ്ട്. ദുരന്ത മേഖലയിൽ പോലും വ്യത്യസ്തമായി ഒരു അനുഭവമുണ്ട് എന്നുള്ളത് സർക്കാരിനോട് നന്ദിപൂർവ്വം, മുഖ്യമന്ത്രിയോട് നന്ദിപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു.